അങ്ങനെയല്ലല്ലോ നിയമം. വോട്ട് ആര് ചേർത്തില്ലെങ്കിലും എന്താണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി? ഞാനിപ്പോഴും അത് ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം ഉറച്ചു. കോടതി വിധി പരിപൂർണമായി മാനിച്ചുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. നഗരത്തിൽ ജീവിക്കുന്ന VM വിനുവിൻ്റെ വോട്ട് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ BLOമാർക്കും കോർപ്പറേഷനിൽ അവരേൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ ജോലി ചെയ്യില്ലല്ലോ, അവർ വീഴ്ചയിലില്ലാത്ത. ആ വീഴ്ചക്കെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ശക്തമായി തുടരുന്നു. ഞാൻ പറഞ്ഞില്ല, ആ പരിശോധിക്കും. അല്ല, അങ്ങനെയല്ല, അങ്ങനെ പറ്റിച്ചു എന്ന് പറയുന്നില്ല. അല്ല, അതെന്തെങ്കിലും ഒരു പാഴ്ച ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പാർട്ടി ഗൗരവമായി പരിശോധിക്കും. ഉണ്ടായിരുന്നു. അല്ല, അവിടെ അത് സ്വാഭാവികമായി കിട്ടിയ ഇൻഫർമേഷൻ BN വിനുവിന് വോട്ടുണ്ട് തന്നെയാണ്, അത് തർക്കമില്ല. പക്ഷെ പിന്നെ വോട്ടില്ല എന്ന് തെളിഞ്ഞു. ആ കാര്യം ഞങ്ങൾ പാർട്ടിക്കകത്ത് മെഞ്ഞാന്ന് മുതൽക്ക് തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്, പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അതെ, അല്ല, VM വിനു ഇപ്പോഴും പറയുന്നു 2020 അദ്ദേഹം ഞാനിപ്പോൾ ചേർത്തിട്ടു. അങ്ങനെയല്ല നേരത്തെ അദ്ദേഹം പറഞ്ഞത്. അല്ലല്ല, ഒരു മിനിറ്റ്. നേരത്തെ അദ്ദേഹം പറഞ്ഞത് 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇനി നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, കേരളത്തിൽ SIR നടപ്പാക്കാൻ പാടില്ല, വോട്ടവകാശം റദ്ദാക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന പാർട്ടിയാണ് CPM. കേരള നിയമസഭയിൽ SIRനെതിരായി യുനാനിമസായി പ്രമേയം പാസാക്കിയ ആളുകളാണ്. ഈ ആളുകൾ കലക്ടർ മുമ്പ് ചെന്ന് പറഞ്ഞത് എന്താണ്? VM വിനു വോട്ടവകാശം കൊടുക്കാൻ പാടില്ല. അപ്പം VM വിനുവിനെ പോലുള്ള ഒരാൾ കൊടുക്കാൻ പാടില്ല എന്ന് കോഴിക്കോട് ജില്ലാ CPM സെക്രട്ടറി, CPI സെക്രട്ടറി, LDFിൻ്റെ ജില്ലാ കൺവീനർ തുടങ്ങിയ ഒരു വൻ സംഘം, 6 അംഗ സംഘമാണ് കലക്ടർ മുമ്പ് ചെന്ന് വോട്ട് ചേർത്തി കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അല്ല, അതെന്ത് രാഷ്ട്രീയം? വോട്ടർമാരെ പേര് തള്ളിച്ചുകൊണ്ടല്ല ജയിക്കുക, വോട്ട് പിടിച്ചുകൊണ്ടാണല്ല. ഒരാൾക്ക് അത് പറയാം. ഞാൻ പറഞ്ഞ കോടതി വിധിയെ പൂർണ്ണമായി മാനിക്കുന്നു. അല്ലല്ല, അതല്ല, ശരിയാണ്. ഞങ്ങളുടെ ചോദ്യം, ഒരാൾ നഷ്ടപ്പെട്ടു, സ്വാഭാവികമായിട്ട് വേണം അർജി കൊടുക്കും. ആ അർജി കൊടുക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ നേതാക്കൾ, ആ ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളുടെ ഉദ്യോഗസ്ഥ സമീപിച്ച് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണ്? അല്ല, ഒരാളുടെ വോട്ടവകാശം കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ വേണോ എന്ന് ആധികാരിക അധികാരമില്ല. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ വോട്ടർ പട്ടിക പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നടക്കുന്നത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു നടത്തിപ്പ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പൂർണ്ണമായ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനും അതിന് ഉദ്യോഗസ്ഥർക്കാണ്. അവിടെ നിരീക്ഷിക്കുന്നു. ആ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടിയത്. ആ ഉദ്യോഗസ്ഥ പറഞ്ഞത് അവിടെ പോയി നേരത്തെ NS കൂടെ പറഞ്ഞതുപോലെ SIRനെതിരെയൊക്കെ SIR വന്നാൽ പലരുടെയും വോട്ടവകാശം നിഷേധിപ്പിക്കപ്പെടുമെന്ന് കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്ത പാർട്ടിയുടെ നേതാക്കൾ പോയി അത് കൊടുക്കരുതെന്ന് പറഞ്ഞ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് ഞങ്ങൾ പറയാറുണ്ട്. പുതിയ സ്ഥാനാർത്ഥി വെച്ചു. പുതിയ സ്ഥാനാർത്ഥി ഞങ്ങളിത് തീരുമാനിച്ചു. രമ്യക്ക് ഞങ്ങൾ പുതിയ സ്ഥാനാർത്ഥി. അത് വരട്ടെ. പ്ലാൻ B നാളെ ഉണ്ടാവും. VM വിനുവിന് മത്സരിക്കാൻ കഴിയില്ല. അവിടെ പുതിയ സ്ഥാനാർത്ഥി ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. രമ്യ എന്ന പുതിയ സ്ഥാനാർത്ഥി ഇപ്പോൾ അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നാണ് DCC അധ്യക്ഷൻ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.